ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വിൻസബ്സോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിൽ മൂന്നാറിലെ വരയാടുകളുടെ സവിശേഷതകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. വരയാടെന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. ആടിൻ്റെ ദേഹത്ത് പ്രത്യേകിച്ച് വരകളൊന്നുമില്ല. തമിഴിൽ വരൈ എന്നാൽ മല. മലനിരകൾ വാസസ്ഥലമാക്കിയതിനാലാണ് ഈ ആടുകൾക്ക് വരയാടുകൾ എന്ന് പേരിട്ടത്. മൂന്നാറിൽ മുൻപുണ്ടായിരുന്ന ഇംഗ്ലീഷുകാർ ഈ വന്യജീവിക്ക് പൂർണ്ണ സംരക്ഷണം നൽകിയിരുന്നു. അവയും പുൽമേടുകളും നമ്മുടെ ധന്യമായ പൈതൃകമായി മാറി. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ നോക്കെത്താ മലനിരകളിലും വരയാടുകൾ ഉണ്ടെങ്കിലും അവയെ അടുത്ത് കാണാൻ രാജമലയിലാണ് എളുപ്പം. മൂന്നാറിലെ വരയാടുകളുടെ പ്രത്യേകതകൾ: ലോകത്ത് അപൂർവമായി മാത്രം കണ്ടുവരുന്ന വന്യജീവിയാണിത്. പ്രധാനമായും പടിഞ്ഞാറൻ ഘട്ടത്തിലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇന്ത്യയിലെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രത്യേക സംരക്ഷണം ലഭിക്കുന്ന ടൂറിസ്റ്റുകളുമായി ഇണങ്ങിയതാണ് ഈ ആടുകൾ. അവ ഫോട്ടോയ്ക്ക് നിന്ന് തരും. വലിയ പാറക്കൂട്ടങ്ങളിൽ കുത്തനെ കയറി അഭ്യാസം നടത്തും. പശ്ചിമഘട്ടത്തിൽ ഇരവികുളത്തും രാജമലയിലുമാണ് വരയാടിന്റെ എണ്ണം കൂടുതൽ. അവയ്ക്ക് വനം വകുപ്പ് പൂർണ്ണ സംരക്ഷണവും നൽകുന്നു. രാജമലയിൽ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കർശനമായ പെരുമാറ്റച്ചട്ടവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാറക്കൂട്ടങ്ങളിലും മേഞ്ഞടക്കുന്നതിനാൽ അവയെ രാഹശശ ശ്മറി എന്ന് വിളിക്കുന്നു. മേഘങ്ങളെ ചുംബിക്കുന്ന ഗിരിശൃംഗങ്ങളിലും അവയെ നമുക്ക് കാണാം. വംശനാശം നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും വരയാടുകളെയാണ്. അതിസുന്ദരന്മാരും സുന്ദരികളുമായ ഇവയെ കാണാൻ മൂന്നാറിലെ ഇരവികുളത്തേക്ക് പോകാം. വരയാടിന്റെ സാമ്രാജ്യത്തിലേക്ക്. വംശനാശത്തിന്റെ വക്കിൽ നിന്നും പതിയെ പുനർജനിയിലേക്ക് എത്തുന്ന ഇവയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.